പിന്നീട് ഇവൾ എല്ലാ ദിവസവും സ്കൂളിൽ അനിയത്തിയുമായിട്ടാണ് വരാറ്. മൂത്രമൊഴിച്ചാൽ അവൾ മേശപ്പുറത്ത് വെച്ചായിരിക്കും ഡയപ്പർ മാറ്റാൻ നോക്കുക. അപ്പോൾ മൂത്രത്തിൻ്റെ മണം എല്ലാവരിൽ അസ്വസ്ഥത ഉണ്ടാക്കി. അതിനാൽ അവർ അവളെ കുറ്റപ്പെടുത്തി. ഒരു മാനേഴ്സും ഇല്ലാതെയാണോ ഓരോ കാര്യം ചെയ്യുന്നത്? ഇത് നിന്റെ വീട് പോലെയല്ല, ക്ലാസ് മുറിയാണ്. അവൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല 2 മാസം മുമ്പ് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടിയ കാര്യം. പക്ഷേ അതേ ദിവസമായിരുന്നു കാർ അപകടത്തിൽ അവളുടെ പാരൻസും മൂത്ത സഹോദരി മരിച്ചുപോയി. അവളുടെ ഏക കുഞ്ഞനിയത്തി മാത്രമായിരുന്നു ജീവനോടുണ്ടായത്. അന്ന് മുതൽ കുഞ്ഞിന്റെ എല്ലാ ഉത്തരവാദിത്തം പൂർണ്ണമായി അവളിൽ വന്നു ചേർന്നു. അവൾ കുഞ്ഞിനെ പിന്തുണയ്ക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു റെഗുലർ സ്കൂളിലാണ് പഠിക്കാൻ തിരഞ്ഞെടുത്തത്. അവളുടെ ഉയർന്ന സ്കോർ കാരണം സൗജന്യ പഠനം അനുവദിച്ചു. സ്കോളർഷിപ്പോടെ അവളുടെ സഹോദരി കൂട്ടിയാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാനായി അവൾ പലപ്പോഴും വാതിക്കൽ പടിയിൽ നിൽക്കും. വൈകിട്ട് അവൾ ചെറിയൊരു പാർട്ട് ടൈം ജോലിക്ക് പോകുമായിരുന്നു. പക്ഷേ കുഞ്ഞിന് ഓരോ മണിക്കൂറിലും പാൽ ആവശ്യമായിരുന്നു. അവൾ ജോലി സമയം പാഴാക്കുകയാണെന്ന് കരുതി ബോസ് അവൾക്ക് അവസാനത്തെ ശമ്പളം നൽകി ഇവിടുന്ന് പോകാനായി പറഞ്ഞു. ജീവിതം ദുഷ്കരമാണെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷെ അവൾ അവളുടെ സഹോദരിക്ക് വേണ്ടി പോയിക്കൊണ്ടിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ അവൾ പഠിച്ചു. 4 വർഷത്തിന് ശേഷം അവൾ ഡിപ്ലോമ വാങ്ങുകയും കുഞ്ഞു വളരുകയും ചെയ്തു. അവരുടെ കഷ്ടകാലം അവസാനിക്കാറായി തോന്നി. പക്ഷേ പിറ്റേന്ന് അവൾ ഒരു കമ്പനിയിൽ ജോലിക്കായി പോയപ്പോൾ ഒരു പാവപ്പെട്ട അപേക്ഷകൻ എന്ന നിലയിൽ യോഗ്യതയില്ല എന്ന് പറഞ്ഞു. കാരണം അന്വേഷണത്തിൽ അവളുടെ പാരൻസും സഹോദരിയും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് കമ്പനി ചെയർമാൻ അവിടേക്ക് വരുന്നത്. കമ്പനി ചെയർമാനുമായി ആകസ്മികമായി കൂട്ടിമുട്ടി. അവളെ കണ്ടതും ചെയർമാൻ സ്തംഭിച്ചു പോയി. കാരണം മരിച്ചുപോയ അയാളുടെ ഭാര്യ പോലും ഇവൾ 20 വർഷമായി കാണാതായ തന്റെ മകളാണെന്നുള്ള സംശയം തോന്നി. അങ്ങനെ അവൾ പോകുമ്പോൾ അയാൾ രഹസ്യമായി അവളുടെ ഒരു മുടി പറിച്ചെടുത്തു. എന്നിട്ട് അയാളുടെ തലമുടി എടുത്തിട്ട് അസിസ്റ്റന്റിനോട് DNA ടെസ്റ്റ് ചെയ്യാനായി ഏൽപ്പിക്കുകയാണ്.